അസ്സലാമു ഉസ്താദ്, വിഷയത്തിൽ പെട്ട ചോദ്യമല്ല, അത്യാവശ്യം ചോദിക്കുകയാണ്. ഉസ്താദ്, നമ്മള് ഹിന്ദുക്കളുടെ അടുത്തൊക്കെ ചികിത്സക്ക് പോകാൻ പറ്റിയിട്ട് ഈ ശൈത്താന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളുടെ അടുത്ത് പോകാൻ പറ്റുമെന്നാണ് എന്റെ പെങ്ങളെ കുട്ടിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. തീരെ സുഖമില്ലാണ്ട് ഭയങ്കര കൂടുതലാണ് ഇപ്പം കുറെ ആളുകളുടെ അടുത്ത് പോകാനൊക്കെ പറയും, നിങ്ങൾ ഹിന്ദുക്കളുടെ അടുത്ത് പോകണം, അവരെ കൂടെ മാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അങ്ങനത്തെ പ്രശ്നമാണ്, അവരുടെ അടുത്ത് പോകണം, നല്ലത് മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോയാൽ നമ്മളെ ഈമാൻ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ പോകാൻ പറ്റുമോ? ദുആ ചെയ്യണം. വലിയ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ 10 വയസ്സായ കുട്ടിയാണ്. പക്ഷെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ലാത്തൊരു കട്ട് തന്നെ നിങ്ങളെ കട്ട്. ഒരു കെലിമത്തിനെങ്കിലും മുഴുവനായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ അങ്ങനെ കട്ട് വരലുണ്ട് പല മൈക്കും. നിങ്ങളെ മൈക്ക് കെട്ടുന്ന പോലെ ഞാൻ കേട്ടില്ല. പാട്ട് കേടും പോലെ ഒരറഫ് കേൾക്കും, അടുത്ത അറഫ് കേൾക്കൂല, അടുത്ത അറഫ് കേൾക്കും, അതിന്റെ അടുത്ത അറഫ് കേൾക്കൂല. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെ എന്തോ ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചാടി 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 ചാടിയിട്ടുള്ള ഒറ്റ അക്ഷരങ്ങൾ കേൾക്കും. ഏതായാലും മോമിനായ മനുഷ്യന്മാർക്ക് കാഫിര്യങ്ങളടുത്ത് ഈ ജ്യോത്സ്യന്മാര്, പൂജാരികള് തുടങ്ങിയ ആളുകളുടെ അടുത്ത് പോയിട്ട് ചികിത്സ ചെയ്യാൻ ഒരു വകുപ്പും ഇസ്ലാമിലില്ല. മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എല്ലാവരും മരിക്കും. മരിക്കാതെ ആർക്കും ശാശ്വതമായി ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിലുള്ള ചികിത്സ എല്ലാം ചെയ്യാൻ പറ്റും. ഹലാലായ മാർഗത്തിലുള്ള ചികിത്സയിലൂടെ മാറുന്നില്ലെങ്കിൽ ശിർക്കും കുഫറുമാവുന്ന നിഷിദ്ധമായ ചികിത്സയിലൂടെ രോഗം മാറ്റിയിട്ട് ഇവിടെ കാലാകാലം ജീവിക്കൂല, മരിച്ചിട്ട് പിറ്റേന്ന് നരകത്തേക്ക് തന്നെ പോവുകയും ചെയ്യും. അതിനെക്കാട്ടിലും നല്ലത് ഇവിടെ ഹലാലായ രോഗങ്ങളൊക്കെ ചികിത്സകളൊക്കെ ചെയ്യാം. എന്നിട്ട് മാറുന്നെങ്കിൽ മാറിക്കോട്ടെ, ഇല്ലെങ്കിലോ എല്ലാ രോഗമൊന്നും അള്ളാഹുത്തല മാറ്റൂലാന്ന്. ചിലത് അള്ളാഹുത്തല മാറ്റാൻ വേണ്ടി വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, രോഗങ്ങളെല്ലാം ഒന്നും മാറൂലല്ലോ. ചിലത് മരണരോഗം ഉണ്ടാവൂലേ. ഹലാലായ ചികിത്സ ചെയ്യുക, ഹറാമായ ചികിത്സ, അതായത് ഈ കണ്ട പൂങ്കളമ്പൂരിന്റെ അടുത്തോ അതുപോലുള്ള നല്ല നമ്പൂരിമാരുടെ അടുത്തോ ചർമ്മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ വല്ല അമ്പലത്തിലോ പൂജാരികളുടെ അടുത്തോ സേവക്കാരുടെ അടുത്തോ ഒക്കെ പോയിക്കൊണ്ടുള്ള ചികിത്സ പാടില്ല, പാടില്ല, പാടില്ല. രോഗം മാറുന്നില്ലെങ്കിൽ മാറണ്ട, മരിച്ചു പോയിക്കോട്ടെ. ആഖിറം അല്ലാഹു രക്ഷപ്പെടുത്തി കിട്ടും. മറിച്ച് ദുന്യാവും ഉണ്ടാവില്ല, ആഖിറവും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം യാഫി പറഞ്ഞതുപോലെ, ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഒരു കവിതയിൽ പറയുന്നുണ്ട്. കവിതയെ പറ്റി ഞാൻ ചെല്ലലില്ല, കാരണം ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മള് നുറഖിഉ ദുനിയാനാ ബിതംസീഖി ദീനിനാ ഫലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖിഉ. അതായത് നമ്മൾ ദീൻ കീറി മുറിച്ചിട്ട് ദുന്യാവിനെ കഷ്ണം വെക്കുന്നു. അവസാനം കഷ്ണം വെച്ച് പിടിപ്പിച്ച ദുന്യാവ് നിലനിൽക്കൂല. ദീനാണെങ്കിൽ നമ്മൾ കഷ്ണം വെട്ടി മുറിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കാഫിര്യങ്ങളുടെ അടുത്ത്, പൂജാരികളുടെ അടുത്ത്, സേവക്കാരുടെ അടുത്ത്, അമ്പലത്തില് അതുപോലത്തെ സ്ഥലത്തേ പോകുന്നു. എന്നിട്ട് ശിർക്കും കുഫറുമാവുന്ന ചികിത്സ ചെയ്യുന്നു. ദുന്യാവ് ശാശ്വതമാവില്ല, മരിച്ചു പോവും. ആഖിറം നരകത്തിന് കാരണവുമാവും. അതുകൊണ്ട് എത്ര ഗുരുതരമായ രോഗമാണെങ്കിലും ഹലാലായ ചികിത്സയൊക്കെ ചെയ്യുക. അതുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹ് വേണ്ടി വെച്ചാൽ മാറും. മാറിയിട്ടില്ലെങ്കിൽ ആ രോഗം മാറ്റാൻ അള്ളാഹുത്തല കണ്ടു വെച്ചിട്ടില്ല എന്ന് കണക്കൂട്ടിയാൽ മതി. ഈ കണ്ട നമ്പൂരിമാരെയും പണിക്കന്മാരെയും പട്ടന്മാരെയും പൂജാരികളുടെയും സേവക്കാരുടെയും അടുത്ത് പോയിക്കൊണ്ട് ചികിത്സിക്കൽ ഇസ്ലാം നിരോധിച്ച കടുത്ത ഹറാമും തെറ്റും കുറ്റവുമാവുന്നു, പാടില്ല.